നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം സിത്താരെ സമീൻ പാർ ഈ സിനിമ യൂട്യൂബിലാണ് റിലീസ് ചെയ്തത്. അമീർ ഖാൻ പ്രൊഡക്ഷൻസ്, അമീർ ഖാൻ നിർമ്മിച്ച ചിത്രമാണ്. അമീർ ഖാൻ നായകനായിട്ട് എത്തിയ ചിത്രമാണ്. അപ്പം വളരെ വല്ലപ്പോഴും എങ്ങനെ ഈ ഹിന്ദി പടങ്ങളൊക്കെ കാണത്തുള്ളൂ. അത് ഇച്ചിരി തോന്നിയാൽ നമുക്കത് കാണാമെന്നുള്ളൊരു ഒരു 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 ഇഷ്ടം തോന്നിയാൽ മാത്രമേ ഞാൻ ഹിന്ദി പടങ്ങൾ കാണാറുള്ളൂ. ഞാനൊരു 50 പടം പോലും ഹിന്ദിയിൽ കണ്ടിട്ടില്ല മൊത്തത്തോടെ എടുക്കുവാണെങ്കിൽ. പക്ഷേ തമിഴൊക്കെ ആണെങ്കിൽ ഞാൻ 1985 ശേഷമുള്ള 90% തമിഴ് സിനിമകളും ഞാൻ കണ്ടതാണ്. പറഞ്ഞു വന്നത് സിത്താരെ സമീൻ പാർ. ഈ സിനിമ അമീർ ഖാൻ്റെ ലൈഫിൽ ഈ ടൈപ്പ് സിനിമകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അമീർ ഖാനെ സംബന്ധിച്ച് ഇതൊരു പുതുമയുള്ള സ്ക്രിപ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തോ ഒരു ഒരു പ്രത്യേക ഒരു 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 സുഖം ഈ സിനിമ കണ്ടപ്പോൾ, ഒരു പ്രത്യേക ഒരു ഒരു ഫീലുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ സിനിമ തിയേറ്ററിലൊക്കെ ഇറങ്ങി പോയിട്ട് വന്നപ്പോഴാണ് കാണുന്നത്. ഒരു ഒരു പ്രത്യേക ഫീൽ ഗുഡ് സിനിമയാണ് കേട്ടോ. സിനിമ കുറച്ച് അതായത് ഡിസബിളിയേബിൾഡ് ആയിട്ടുള്ള, അറിയാമല്ലോ ഈ ഓട്ടിസമൊക്കെ ബാധിച്ച അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം, അങ്ങനെ നമ്മൾ ഈ ക്രോമസോമുകളിലൊക്കെ വ്യത്യാസം വരുന്ന കുട്ടികളുടെ, നമ്മൾ ഹൈസ്കൂൾ വെച്ച് പഠിച്ചതാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി, അല്ലാതെ ഈ ഒരു അസുഖത്തെ പറ്റി. ക്രോമസോമുകളിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ പലതരം അസുഖങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ബാസ്കറ്റ് ബോൾ കോച്ചിങ് ചെയ്യാൻ വരുന്ന കോച്ചാണ് നമ്മുടെ അമീർ ഖാൻ. അമീർ ഖാൻ്റെ ഇന്ത്യയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഡങ്കൽ എന്ന് പറയുന്നത്. ഏതാണ്ട് 8-9 കൊല്ലം കഴിഞ്ഞിട്ടും അത് ബ്രേക്ക് ചെയ്യാൻ ഒരു സിനിമയും കഴിഞ്ഞിട്ടില്ല. 2000 കോടിക്കടുത്ത് കളക്ഷനുണ്ട്. അത് മജോറിറ്റി കളക്ഷൻ കിട്ടിയത് ചൈനയിൽ നിന്നാണെങ്കിൽ പോലും വേൾഡ് വൈഡ് നോക്കുമ്പോൾ ഇന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നിൽക്കുന്ന ഡങ്കലാണ്. ഈ ആ ഡങ്കൽ എന്ന് പറയുന്ന സിനിമ ഇത് തന്നെയാണ്. അമീർ ഖാൻ കോച്ചിങ് ചെയ്യുന്നതാണ്, അത് ബോക്സിംഗ് ആണെന്നേ ഉള്ളൂ. പിന്നെ ഈ സിനിമ ഇതാണ് തുടക്കത്തിൽ ഒരു ഡൽഹിയിലാണ് മെയിനായിട്ടുള്ള. ഡൽഹിയിൽ ബാസ്കറ്റ് ബോൾ ടീമിൻ്റെ, നാഷണൽ ടീമിൻ്റെ ഒരു ജൂനിയർ കോച്ചായിട്ടിരിക്കുന്ന അമീർ ഖാൻ വേറൊരു കാരണം കൊണ്ട് ഈ ഇങ്ങനെയുള്ള കുട്ടികളുടെ കോച്ചായിട്ട് മാറുകയാണ്. അതിനുശേഷം ആ കുട്ടികളുമായിട്ട് ചേർന്ന് ആ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ച് നാഷണൽ മത്സരങ്ങളൊക്കെ കൊണ്ടുപോയി വിജയിച്ച് ഫൈനലിൽ എത്തിക്കുക. അതിനുശേഷം അതിൻ്റെ ക്ലൈമാക്സിലെ ഒരു ബ്യൂട്ടിയും, ജനീലിയ ഡിസൂസയാണ് ഇതിനകത്ത് അമീർ ഖാൻ്റെ ഭാര്യയായിട്ട് വരുന്നത്. അമീർ ഖാൻ 60 വയസ്സുണ്ട്. പക്ഷേ അമീർ ഖാൻ ഭയങ്കര ചെറുപ്പമായിട്ട് തന്നെ ഇതിനകത്ത് സംഭവം. ഇതിനകത്ത് DAGing ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കൊക്കെ ഡങ്കലിനകത്ത് നമ്മൾ കണ്ടതാണ് ഒരു 5 സെക്കൻഡ് 5 മിനിറ്റ് വേഷത്തിന് വേണ്ടി, ഒരു സീന് വേണ്ടി വണ്ണം കൂട്ടിയതൊക്കെ നമ്മൾ വണ്ണം കുറച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പുള്ളിക്കൊന്നും ഒരു വിഷയമല്ല. അതായത് ഇച്ചിരി വണ്ണമൊക്കെ കുറച്ച് മുടിയൊക്കെ നല്ല കറുപ്പിച്ച് പ്രായം കുറഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ നല്ലൊരു സിനിമയാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം ഈ കുട്ടികളുമായിട്ട് ഭയങ്കര ഒരു ബന്ധമാവുകയാണ് അമീർ ഖാന്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബ്യൂട്ടി. അവസാനം എത്തുമ്പോഴത്തേന് ഈ പഠിപ്പിച്ച കുട്ടികളുമായിട്ടൊക്കെ ഭയങ്കര ഒരു ബന്ധത്തിലെത്തുന്നു. പിന്നെ മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു എൻ്റർടൈനറാണിത്. നമ്മുടെ ഇടിയൻ ചന്തു തോന്നുന്നു. ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമയിൽ മലയാളത്തിൽ മറ്റേ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിച്ചൊരു ഒരു പയ്യനുണ്ട്. ഇതുപോലൊരു ഡിസബിളിയേബിൾഡ് ആയിട്ടുള്ള ബുദ്ധിയുടെ വിഷയമുള്ള ഒരു പയ്യനുണ്ട് നമ്മുടെ മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മലയാളിയാണ്. ആ പയ്യൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കുട്ടി അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഒരു വയ്യാത്തൊരു പയ്യനുണ്ട്. അത് നമ്മുടെ ഈ ജോണി ഡെപ്പിൻ്റെ സിനിമ ഉണ്ടല്ലോ, പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ, അതിനകത്തൊരു കണ്ണില്ലാത്തൊരു ഒരുത്തനില്ല, അതേ കണക്ക് ടൈപ്പിൽ ഒരുത്തൻ ഈ സിനിമയ്ക്കകത്തുണ്ട്. മൊത്തത്തിൽ നല്ലൊരു രസമുള്ളൊരു സിനിമ സിത്താരെ സമീൻ പാർ. ഒത്തിരി നാൾ ശേഷമാണ് ഒരു ഹിന്ദി പടം കാണുന്നത്. ഞാൻ ലാസ്റ്റായിട്ട് കണ്ട ഹിന്ദി പടം പറയാൻ മറ്റേ ഇത് അമീർ ഖാൻ്റെ പടം തന്നെ. അതായത് അമീർ ഖാൻ ഒരു സർദാർജിയുടെ ഇതൊക്കെ വെച്ച് വന്ന, ഞാൻ റിവ്യൂ ഒക്കെ ഇട്ടേ മറന്നുപോയി. ആ സിനിമ ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ അങ്ങാണ്ട് റീമേക്ക് ആണെന്ന് തോന്നുന്നു. ലാൽ ചന്ദ അങ്ങനെ കണ്ട് ഒരു പടം. അപ്പം എന്തായാലും ഈ സിനിമ ഒന്ന് കണ്ടിട്ടില്ല, അതൊന്ന് കാണണം കേട്ടോ. നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ഇടണേ.